കാഴ്ചയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് ഗുജറാത്തിലെ അംബാജി മഹാദേവി ക്ഷേത്രത്തിലാണ്. ഗുജറാത്തിൻ്റെ രാജസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന അംബാജി മന്ദിരം ഭാരതത്തിലെ പുരാതന മന്ദിരങ്ങളിൽ മാ ഭവാനിയുടെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. സതീദേവിയുടെ ഹൃദയം വീണ ഭാഗം ഇതാണെന്ന് തന്ത്രചൂടാമണിയിൽ പറയുന്നു. ഈ മന്ദിരത്തിൻ്റെ പൂജാഗ്രഹത്തിൽ അമ്മയുടെ ശ്രീയന്ത്രത്തെ പൂജിക്കുന്നു. ഗബ്ബർ പർവ്വതത്തിന്റെ 300-നടുത്ത പടിക്കെട്ടുകൾ കയറി മുകളിലെത്തിയാൽ ദേവിയുടെ പദചിഹ്നം കാണാമത്രേ. കൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവിയുടെ 51 ശക്തിപീഠങ്ങളുടെ പതിപ്പുകൾ 51 ശക്തിപീഠങ്ങൾ 51 ക്ഷേത്രങ്ങളിലായി ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അംബാജി മന്ദിരത്തിന്റെ നിർമ്മിതി 1200 വർഷത്തിന് മുമ്പുള്ളതാണ്. നവരാത്രി ഇവിടെ വിശേഷമാണ്. ഗർബ ഡാൻസ് ആ സമയത്ത് ഭക്തർ കളിക്കാറുണ്ട് ഇവിടെ. സൂര്യാസ്തബിന്ദു ഗുഹകൾ, അമ്മയുടെ ഊഞ്ഞാൽ, റോക്ക് വേയിലൂടെയുള്ള യാത്ര, ഇതെല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ്. യശോദാമ്മയോടൊത്ത് ശ്രീകൃഷ്ണനെ ഇവിടെ തലമുണ്ഡനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ നഗരമായ ദ്വാരക ഇവിടുന്ന് അധിക ദൂരമല്ല. സീതയെ അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ ഇതുവഴി പോയപ്പോൾ ഇവിടെ എത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ദേവിയിൽ നിന്നും അജയ്യ എന്ന അസ്ത്രം പ്രാപ്തമാക്കിയെന്നും അതുകൊണ്ട് രാവണനെ കൊന്നുവെന്നും പറയപ്പെടുന്നു. ഇതിൻ്റെ പ്രധാന മകുടം ശുദ്ധ സ്വർണം ചാർത്തിയതാണ്. ദക്ഷപ്രജാപതി നടത്തിയ യജ്ഞത്തിൽ ശിവനെ വിളിക്കാഞ്ഞതിൽ പ്രതിഷേധിച്ച് ദക്ഷപുത്രിയും ശിവന്റെ പത്നിയുമായ സതീദേവി ദക്ഷസവിധം ചെല്ലുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ദക്ഷൻ ക്രോധിതനായി മഹാദേവനായ ശിവനെ നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിക്കുകയുണ്ടായി. അതിൽ അപമാനിതയും ഒപ്പം ദുഃഖിതയുമായ സതീദേവി തൻ്റെ വലത്ത് കാലിൻ്റെ പെരുവിരൽ ഭൂമിയിലമർത്തി അഗ്നി ഉൽപ്പന്നമാക്കുകയും ആ അഗ്നിയിൽ സ്വയം ആഹൂതിയാവുകയും ചെയ്തു. സതിയുടെ മരണവാർത്തയറിഞ്ഞ് ക്രോധിതനായ ശിവൻ തൻ്റെ ജട വലിച്ചൂരി നിലത്തടിക്കുകയും അതിൽ നിന്നും വീരഭദ്രൻ പ്രകടമാവുകയും ചെയ്തു. ആ വീരഭദ്രൻ ദക്ഷപ്രജാപതിയുടെ യജ്ഞശാലയിൽ കടന്നെത്തി വാളുകൊണ്ട് ദക്ഷൻ്റെ കഴുത്തറുത്ത് മാറ്റി കൊലപ്പെടുത്തുകയും ചെയ്തു. സതിയുടെ നിർജീവമായ ശരീരവുമായി ശിവൻ ലോകം മുഴുവൻ അലഞ്ഞ് താണ്ഡവ നൃത്തമാടുമ്പോൾ ബ്രഹ്മാണ്ഡം ഇളകിമറിഞ്ഞു. ലോകമാകമാനം നിലവിളികൾ ഉയർന്നു. ഇത് കണ്ടു ഭയന്ന ദേവതകൾ സൃഷ്ടിയുടെ പാലകധർമ്മമുള്ള വിഷ്ണുവിൽ അഭയം പ്രാപിച്ചു. അതിനെ തുടർന്ന് വിഷ്ണു ഭഗവാൻ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ദേവിയുടെ മൃതശരീരം 51 ഭാഗങ്ങളാക്കി മുറിച്ചു മാറ്റി. ആ ഓരോ ഭാഗങ്ങൾ വീണ സ്ഥലങ്ങളും ശക്തിപീഠങ്ങളായി പിന്നീട് അറിയപ്പെട്ടു. ദേവതകളുടെ പ്രാർത്ഥനകളുടെ ഫലമായി ദക്ഷൻ്റെ മാറ്റപ്പെട്ട തലയുടെ ഭാഗത്തേക്ക് ഒരു ആടിൻ്റെ തല ചേർത്ത് വെച്ച് മഹാദേവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നീട് ദക്ഷൻ മഹാദേവന്റെ ഉത്തമ ഭക്തനായി ജീവിച്ചുവെന്ന് പറയപ്പെടുന്നു. വിഷ്ണുവിനാൽ മുറിക്കപ്പെട്ട ദേവിയുടെ 51 ശരീരഭാഗങ്ങൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ടിബറ്റ്, നേപ്പാൾ, ഭാരതം എന്നീ രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്നു. ഈ ശക്തിപീഠങ്ങളുടെ എല്ലാം മാതൃക ഈ പർവ്വതത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. അവയെല്ലാം ഓരോ ക്ഷേത്രങ്ങളാണ്. ദേവീപുരാണത്തിൽ 51 ശക്തിപീഠങ്ങളുടെ വർണ്ണനയുണ്ട്. ഹിംഗലാജ് മാത എന്ന ആദിശക്തിപീഠം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കറാച്ചിയിൽ നിന്നും ഏകദേശം 125 കിലോമീറ്റർ ഉത്തരഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ശക്തിപീഠം ഷക്കാരെ ശക്തിപീഠം, ഇതും പാകിസ്ഥാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിലെ കറാച്ചി സുക്കർ സ്റ്റേഷനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ദേവിയുടെ കണ്ണാണുള്ളത്. നയനാദേവി എന്ന് വിളിക്കപ്പെടുന്നു. ഹിമാചലിൽ വിലാസ്പൂരിൽ ദേവിയുടെ 2ാമത്തെ നേത്രം വീണു എന്ന് പറയപ്പെടുന്നു. ശിവാക്കര ശക്തിപീഠം എന്ന് പറയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ 3ാം നേത്രവും വീണു എന്ന് പറയപ്പെടുന്നു. അതിനാൽ ക്രോധാശീഷ് എന്ന് വിളിക്കപ്പെടുന്നു. സുഗന്ധ എന്ന പേരിൽ ബംഗ്ലാദേശിലെ സിംഗാപൂരിൽ ദേവിയുടെ മറ്റൊരു ശക്തിപീഠം സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ നാസികയാണ് ഇവിടെ വീണത്. മഹാമായ, ഇത് കാശ്മീരിലാണ്. ഇവിടെ കഴുത്ത് വീണ ഇടമാണ്. ജ്വാലാദേവി ഹിമാചലിലെ കഗ്ഗറി ഗ്രാമത്തിലാണ്. ഇവിടെ ദേവിയുടെ നാവ് വീണിടമാണ്. ത്രിപുരമാലിനി പഞ്ചാബിലെ ജലന്ധറിൽ ഇവിടെ ദേവിയുടെ സ്ഥലമാണ്. അടുത്തത് അംബാജി ശക്തിപീഠം. ഇത് ഗുജറാത്തിൻ്റെ രാജസ്ഥാൻ ബോർഡറാണ്. ഇവിടെ ദേവിയുടെ ഹൃദയം വീണു. ഗുജേശ്വരി ശക്തിപീഠം നേപ്പാളിലാണ്. പശുപതി മന്ദിരത്തിനടുത്ത് ഇത് സ്ഥിതി ചെയ്യുന്നു. മാൻസാ ദാക്ഷായിനി തിബത്തിൽ കൈലാസ പർവ്വതത്തിനടുത്താണ് ഈ ശക്തിപീഠം സ്ഥിതി ചെയ്യുന്നത്. വൃജാദേവി എന്ന പേരിലെ ശക്തിപീഠം ഒഡീസയിലെ ഉൽക്കലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബഹുള ശക്തിപീഠം പശ്ചിമ ബംഗാളിൽ അജയ് നദിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗണ്ഡുകി ശക്തിപീഠം ഇത് നേപ്പാളിലെ പോക്കര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മസ്തകം വീണു എന്ന് പറയപ്പെടുന്നു. ഉജ്ജയിനിയിലെ ചണ്ഡിക ബംഗാളിലെ ഉജ്ജയിനിയിലാണ് അടുത്ത ശക്തിപീഠമുള്ളത്.
ത്രിപുരസുന്ദരി ശക്തിപീഠം ഉദയപൂർ മാതാബാടി പർവ്വതത്തിൻ്റെ ഉയരത്തിലുള്ള രാധാകിഷോർപൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി ശക്തിപീഠം ബംഗ്ലാദേശിലെ ചന്ദ്രനാഥ് പർവ്വതത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭുജം വീണു എന്ന് പറയപ്പെടുന്നു. ബ്രഹ്മറി ശക്തിപീഠം പശ്ചിമ ബംഗാളിൽ ബ്ലാബറി വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. കാമാക്യ ദേവി ശക്തിപീഠം ആസാമിലെ ഗുവാഹട്ടി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജുഗാഡിയ ശക്തിപീഠം ഇത് പശ്ചിമ ബംഗാളിൽ ബർധമാൻ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലിക ശക്തിപീഠം കൊൽക്കട്ടയിലെ കാലിഘട്ടിൽ സ്ഥിതി ചെയ്യുന്നു. പ്രയാഗ് ശക്തിപീഠം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സിറ്റിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജയന്തി ശക്തിപീഠം ബംഗ്ലാദേശിലെ ബർബൂഖ് ജില്ലയിലാണ് ഈ ശക്തിപീഠം സ്ഥിതി ചെയ്യുന്നത്. കിരീട് വിമല ശക്തിപീഠ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിശാലാക്ഷി അല്ലെങ്കിൽ മണികർണി ഇത് ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രവണി ശക്തിപീഠ് ഇത് തമിഴ്നാട്ടിലെ കന്യാശ്രമത്തിനടുത്താണ്. സാവിത്രി ശക്തിപീഠ് ഇത് ഹരിയാനയിലെ കുരുക്ഷേത്രയിലാണ്. മണിബന്ധ് ശക്തിപീഠ് രാജസ്ഥാനിലെ പുഷ്കറിനടുത്ത് 5 കിലോമീറ്റർ ദൂരത്തിൽ ഗായത്രി പർവ്വതത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ദേവിയെ ഗായത്രി എന്നാണ് വിളിക്കുന്നത്. ശ്രീശൈലം ശക്തിപീഠം ബംഗ്ലാദേശിലെ ജയിൻപൂർ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ മഹാലക്ഷ്മി കുടികൊള്ളുന്നു എന്ന് പറയപ്പെടുന്നു. ദേവഗർഭ ശക്തിപീഠം പശ്ചിമ ബംഗാളിലെ ഉബൈ നദിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. കാലമാധവ് ശക്തിപീഠം ഇത് മധ്യപ്രദേശിലെ അമരഖണ്ഡക് നദിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ദേവിയെ കാളിയായിട്ടാണ് കണക്കാക്കുന്നത്. സോണാക്ഷി ശക്തിപീഠ് മധ്യപ്രദേശിൽ നർമ്മദയുടെ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ മാതാ നർമ്മദ എന്ന് ദേവിയെ വിളിക്കുന്നു. രാംഗിരി ശക്തിപീഠ് ഉത്തർപ്രദേശിലെ ചിത്രകൂടത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശിവാനി എന്ന് വിളിപ്പേര്. ഉമാശക്തിപീഠ് ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്നു. സുചിനാരായണി ശക്തിപീഠ് കന്യാകുമാരി തിരുവനന്തപുരം റോഡിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ശക്തിനാരായണി എന്ന് വിളിക്കുന്നു. പഞ്ചസാഗർ ശക്തിപീഠ് ഉത്തർപ്രദേശിലെ ബനാറസിലാണ് ഇത്. അപർണ ശക്തിപീഠം ബംഗ്ലാദേശിലെ ഭവാനിപൂർ വില്ലേജിൽ നിന്നും 28 കിലോമീറ്റർ ദൂരത്തിൽ സദാനിര നദിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ശ്രീ സുന്ദരി ശക്തിപീഠ് ഇത് ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ സുന്ദരി എന്ന് ദേവിയെ വിളിക്കപ്പെടുന്നു. ബിഭാഷ് ശക്തിപീഠ് പശ്ചിമ ബംഗാളിൽ മണിപ്പൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നു. ചന്ദ്രഭാഗ ശക്തിപീഠ് സോമനാഥ മന്ദിരത്തിനടുത്ത് ഇത് സ്ഥിതി ചെയ്യുന്നു. അവന്തി ശക്തിപീഠ് മധ്യപ്രദേശിൽ ഉജ്ജയൻ ശിവാര പർവ്വതത്തിലാണ് ഇതുള്ളത്. ജനസ്ഥാൻ ശക്തിപീഠ് മഹാരാഷ്ട്രയിലെ നാസിക് ഗോദാവരി നദിയുടെ അടുത്താണിതുള്ളത്. സർവോഷൽ ശക്തിപീഠ് ആന്ധ്രാപ്രദേശിൽ ഗോദാവരി നദിയുടെ തീരത്താണ് ഇതുള്ളത്. അംബിക ശക്തിപീഠ് രാജസ്ഥാനിലെ ഗുലാബി നഗറിലാണ് ഇത്. രത്നാവലി ശക്തിപീഠ് പശ്ചിമ ബംഗാളിൽ ഗുഹിൽ ജില്ലയിൽ രത്നാവലി നദിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. മിഥില ശക്തിപീഠ് ഇതിനെ ചൊല്ലി സംശയമുണ്ട്. 3 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. 1 ഉഗ്രതാര മന്ദിർ ബീഹാർ, 2 ജയാ മന്ദിർ സമസ്തിപൂർ, 3 ദുർഗാ മന്ദിർ ജനകപൂർ നേപ്പാൾ. നേപ്പാളിലാണ് കൂടുതൽ സ്വീകാര്യതയുള്ളത്. കാലിക ശക്തിപീഠ് ഇത് പശ്ചിമ ബംഗാളിൽ ബീർഭൂം ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്നു. കാലികാദേവി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ജയദുർഗ ശക്തിപീഠ് ഹിമാചൽ പ്രദേശിൽ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. മഹിഷ്മർദ്ദിനി ശക്തിപീഠ് പശ്ചിമ ബംഗാളിലെ വീർഭൂവിലെ വെക്കറേശ്വറിൽ സ്ഥിതി ചെയ്യുന്നു. മഹിഷാസുര മർദ്ദിനി എന്നും വിളിക്കുന്നു. ഐശ്വര്യേശ്വരി ശക്തിപീഠ് ബംഗ്ലാദേശിലെ കുൽനാക് ജില്ലയിൽ ഈശ്വരപൂരിൽ സ്ഥിതി ചെയ്യുന്നു. അട്ടഹാസ് ശക്തിപീഠ് പശ്ചിമ ബംഗാളിലെ വിദൂർ ജില്ലയിലെ അട്ടഹാസിൽ സ്ഥിതി ചെയ്യുന്നു. നന്ദിപൂർ ശക്തിപീഠ് പശ്ചിമ ബംഗാളിൽ വീർഭൂവിൽ സ്ഥിതി ചെയ്യുന്നു. നന്ദിനി എന്ന് ദേവിയെ വിളിക്കുന്നു. ഇന്ദ്രാക്ഷി ശക്തിപീഠ് ശ്രീലങ്കയിലെ തൃങ്കുമാലിയിൽ ത്രികോണേശ്വര ക്ഷേത്രത്തിലാണിതുള്ളത്.
ഈ മുഴുവൻ ശക്തിപീഠങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തുവാൻ എന്നെ കൊണ്ടായിട്ടില്ല. 10-20 ശക്തിപീഠങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ബാക്കിയുള്ളവയൊക്കെ ഒരുപാട് ദൂരെയാണ്. ഇതെല്ലാം കവർ ചെയ്യണമെങ്കിൽ 2-3 ദിവസം എടുക്കുന്നതാണ്. വളരെ ദൂരെയാണ് ഓരോ ക്ഷേത്രങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെയെല്ലാം നമ്മൾ നടന്നു ചെല്ലണമെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള സമയമെടുക്കും. അതുകൊണ്ട് കഴിയുന്നത്ര ഞാൻ ശക്തിപീഠങ്ങളെ പകർത്തി ഇതിൽ ചേർത്തിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഗുജറാത്തിലെ അംബാജി മഹാദേവി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പടിക്കെട്ടുകൾ കടന്ന് ഞങ്ങൾ മടങ്ങുകയാണ്. ശക്തിപീഠങ്ങൾ കടന്ന ഞങ്ങളുടെ മുമ്പിൽ വലത്തുവശത്തുള്ള നീളൻ ചുമരിൽ അനവധി ചിത്രങ്ങൾ കാണുകയുണ്ടായി. ദേവിയുടെ വിവിധ ഭാവങ്ങളും സ്വയം പാർവതീദേവിയുടെ ശിവാരാധനയും നന്ദികേശൻ്റെ മുകളിലേറിയുള്ള മഹാദേവൻ്റെ വരവും പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ വാഹനമായി പട്ടിയെ കാണാറുണ്ട്. നായുടെ കൂടെയുള്ള മഹാദേവൻ്റെ ചിത്രവും മാർക്കണ്ഡേയനെ കാലദേവനിൽ നിന്നും രക്ഷിക്കുന്ന ചിത്രവും. ഇതിൻ്റെ യഥാർത്ഥ ചിത്രം വരച്ചിരിക്കുന്നത് രാജാ രവിവർമ്മയാണ്. ശങ്കരൻ്റെ മറ്റു ഭാവങ്ങളും സതീദേവിയുടെ അഗ്നിപ്രവേശനവും വീരഭദ്രൻ്റെ ആവിർഭാവവും ദക്ഷവധവും ആടിൻതല ചേർത്ത് വെച്ച ദക്ഷപ്രജാപതിയുടെ ശിവഭക്തഭാവവും സതീദേവിയുടെ മൃതദേഹം ചുമന്നുള്ള ശങ്കര നൃത്തവും വിഷ്ണുവിൻ്റെ സുദർശനത്താൽ സതിയുടെ മൃതദേഹം മുറിക്കപ്പെടുന്നതും എല്ലാം ചിത്രങ്ങളാക്കിയിരിക്കുന്നു. ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ കൂടെയുള്ളവർ നടന്നു കഴിഞ്ഞിരുന്നു. അവർക്കിതൊക്കെ പെട്ടെന്ന് പിടികിട്ടി കാണും. എന്തായാലും ചിത്രങ്ങൾ കണ്ട് അവർക്കൊപ്പം ഓടിയിറങ്ങി വലിയ ഇരുമ്പ് പാളികൾ കൊണ്ടുണ്ടാക്കിയ ശീർഷാസന ബിംബം കണ്ടു. സൂര്യനമസ്കാര രൂപം. പടിക്കെട്ടുകൾ കയറിയും ഇറങ്ങിയും നീളൻ വഴികളിലൂടെ നടന്നും മുമ്പോട്ട്. ഭാരതീയ യോഗവിദ്യയുടെ നിരവധി ഭാവങ്ങൾ മുമ്പോട്ട് നടക്കുമ്പോൾ കണ്ടു. യാത്രികർക്ക് വിശപ്പകറ്റുവാൻ ഭക്ഷണം തയ്യാറാക്കുന്ന അമ്മമാരും അവരുടെ സഹായികളും. ഇത് തികച്ചും സൗജന്യമാണ്. മാനവസേവ മാധവസേവ എന്നാണല്ലോ പറയുന്നത്. ഇവയൊക്കെ കൂടാതെ ഭാരതത്തിൻ്റെ തനത് യോഗവിദ്യകൾ, യോഗാസനങ്ങൾ, ഇരുമ്പ് പാളികൾ കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളിലൂടെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അതുകൂടാതെ വളരെ മനോഹരങ്ങളായ മൂർത്തികളുണ്ട്. സൺലൈറ്റ് പോയിൻ്റുണ്ട്. സന്ധ്യാസമയത്ത് ഇവിടുത്തെ ഒരു വലിയ പർവ്വതത്തിന് മുകളിൽ വലിയൊരു പാറക്കെട്ടിനെ തിരശീലയാക്കി ഒരു ലേസർ ഷോ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പായി ചെറിയ കുട്ടികൾ ചേർന്നൊരുക്കുന്ന മഹാ ആരതിയുണ്ട്. അതും വളരെ സുന്ദരമായ കാഴ്ചയാണ്. സൂര്യാസ്തമയമായിരിക്കുന്നു. മടങ്ങേണ്ട സമയവും. പുത്തൻ കാഴ്ചയുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.